എൻ്റെ ഗാർഡനാണ് പരിചയപ്പെടുത്തുന്നത്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ആകെ 1 സെൻറ്റ് സ്ഥലം, 3 സെൻറ്റ് സ്ഥലം ആ സ്ഥലത്തുള്ളതാണ്. ഉള്ള സ്ഥലത്ത് അതായത് നമ്മൾ എന്തുണ്ടാക്കിയാലും ഉണ്ടാവും എന്നുള്ളതിന് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ 3.5 സെൻറ്റ് സ്ഥലത്താണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. മുരിങ്ങയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, എല്ലാ സാധനങ്ങളും, പൂക്കളുണ്ട്, അതുപോലെ ചാമ്പയുണ്ട്, റംബുട്ടാനുണ്ട്, എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടുവന്നിട്ട് വളരെ നല്ലതാണ്. നമുക്ക് ടൈം പാസിങ് വളരെ നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മൾ ആകെ ക്ഷീണിച്ച് അവസ്ഥയായിട്ട് വരുമ്പോൾ ഈ ചെടികളൊക്കെ നനയ്ക്കാൻ പോയി ഈ ചെടികളൊക്കെ കണ്ടാൽ അവരുടെ ഗ്രോത്തൊക്കെ കണ്ടാൽ ഭയങ്കര സന്തോഷമാവും. അതായത് എനിക്ക് വളരെ ഹാപ്പിയാണ്. ഞാൻ ഈ ചെടികൾ കാരണം ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ആർക്കും ചെടിയോട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ചെടികളാണ് എൻ്റെ ജീവൻ. തരി കാണും എന്ത് രസമാണ്. കുറച്ച് വളരുന്നുണ്ട്, നല്ല വളരെ യൂസ്ഫുള്ളാണ്. ഇതിന് നമ്മുടെ വാഴച്ചെടി അത് മാത്രമല്ല കറിവേപ്പ്. അന്ന് 10 കൊല്ലം മുമ്പ് വന്നിട്ട് ഞാൻ ഈ കറിവേപ്പിക്ക് വേണ്ടി വളരെയധികം വിഷമിച്ചു. ഇപ്പോൾ ഇഷ്ടം പോലെ കറിവേപ്പായി. അപ്പോൾ നോക്കൂ, ഇതൊക്കെ ചെടികൾ, പൂച്ചെടികളാണ് കേട്ടോ. ഇതൊക്കെ ചെടികളാണ്. ഇത് നോക്കൂ, നമ്മുടെ പ്ലാവുമ്മ ചക്ക ഉണ്ടായിരിക്കണം. ഈ ആയൂർ ജാക്കാണ്. ഇതിൻ്റെ ഈ ചക്ക ഭയങ്കര ടേസ്റ്റാണ്, വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ അത്രയധികം ടേസ്റ്റുള്ളതാണ്. വളരെ എനിക്ക് പ്ലാവ് കിട്ടുന്ന 2-3 കൊല്ലം കൊണ്ട് കഴിക്കും. പക്ഷേ ആയുർജാത്ത പ്ലാവ് ഞാൻ 2500 റുപ്യക്ക് മേടിച്ചത് കരിഞ്ഞു പോയി. 2 പ്ലാവ് ഇതൊരെണ്ണം പിടിച്ചു. അതായത് ചക്കയുണ്ട്. ഇതൊരു ചെമ്പക കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ആകെ 3 സെൻറ്റ് സ്ഥലങ്ങൾ. ഇതൊക്കെ വേറെ ചെടികൾ, ഇതൊക്കെ ചെടികൾ. ഒരു മാവുമ്പോൾ മാങ്ങ ഉണ്ടായിട്ടില്ല, എന്നാലും മാവുണ്ട്. മാവ് തണലിന് നല്ലത്. ഇത് നോക്കൂ, എൻ്റെ കോവയ്ക്ക ഉണ്ടായി നിൽക്കണ കേട്ടോ. ഇതാണ് കോവയ്ക്ക കണ്ടോ. കോവയ്ക്ക ഒരെണ്ണത്ത് ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ, ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ കോവയ്ക്ക. ഈ സൈഡിൽ നോക്കൂ, ഈ സൈഡിൽ തക്കാളി, വഴുതനങ്ങ ഇതെല്ലാം ചെടികളായിട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നോക്കൂ, വെച്ചിട്ടുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് അത് ശരിയാവും കേട്ടോ, വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് പൂക്കൾ. അത് കഴിഞ്ഞ് ചീര നട്ടണം കേട്ടോ. ചീര ഇഷ്ടംപോലെ ഉണ്ടായി. ഈ പൂക്കൾ നിറച്ചിട്ടുണ്ട്. ഇതുണ്ട്. പിന്നെ ഇതാ മാവുമ്പോൾ മാങ്ങ പല കൊലയായിട്ടുണ്ടാവാറുണ്ട്. ഇപ്പം ഇല്ല കേട്ടോ. ഈ ചെടികൾ ഏത് ഗ്രൂപ്പിൽ പെട്ടാന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ തെച്ചിപ്പൂ വളരെയധികം നല്ലതാണ്. നിറച്ച് പൂക്കളുണ്ടാവും. ഇത് കഴിഞ്ഞ് ഇവിടെയുണ്ട് ചെടികൾ. ഇതാ തുളസി, നല്ല റോസ് നോക്കും, എന്തൊരു ഭംഗിയാണ് നോക്കും. റോസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കൾ നോക്കും. കേട്ടില്ലേ എന്ത് ഭംഗിയാണ്. അതുപോലെ മണി പ്ലാന്റ് ഞാൻ അങ്ങനെ പടത്തില്ല കേട്ടോ. മണി പ്ലാന്റ് നോയ്സ് പൊല്യൂഷൻ ഉണ്ട് കേട്ടോ, അതാണ് പ്രശ്നം. ചാമ്പേമ നിറച്ച് പൂവിട്ടുണ്ട്, ചാമ്പയ്ക്ക് ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇതാണ് റംബുട്ടാനിൽ ഒരു റംബുട്ടാനും ഉണ്ടാവുന്നില്ല കേട്ടോ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം 6 കൊല്ലം ഒരെണ്ണം ഉണ്ടാവില്ല റംബുട്ടാൻ ഉണ്ടാവില്ല. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഈ ചെടികൾ നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഈ സൈഡിലെ ഫോട്ടോ ഞാൻ മിളക് തൈകൾ നട്ടിട്ടുള്ളതാ. മിളക് നമ്മുടെ വീട്ടിൽ വേണ്ടതുണ്ട്. ഇത് റെഡ് ലേഡിയാണ്. ബാക്കി ചെടികളൊക്കെ ഇങ്ങനെ പോകണം. ഇത് നോക്കും, ഇതാണ് ആടലോടകവും ഉണ്ട്. പിന്നെ വേറൊരു ചെടിയുണ്ട് കൂടെ നട്ടണം. ഇത് നിത്യകല്യാണിയാണ്. അങ്ങനെ ചെടികൾ ഇങ്ങനെ പോകണം. ഇതാണ് ഒരു മാവൻ തൈ. ഇത് ആദ്യമായിട്ട് പൂക്കും അടുത്ത കൊല്ലില്ല, പൂത്തിട്ടില്ല. അതിനപ്പുറത്ത് പേരേമ കായ ഉണ്ടാവാറില്ല, കായ ഉണ്ടാവില്ല. ഇതാണ് പ്ലാവ്. ഇത് വിയറ്റ്നാം വേളിയാണ്. പക്ഷേ ഈ ചക്കയ്ക്ക് സ്വാദ് കുറവാണ്. കൂട്ടാൻ വയ്ക്കാനൊക്കെ നല്ലതാണ്, പക്ഷേ സ്വാദ് കുറവാണ്. അത്ര ടേസ്റ്റ് ഇല്ല. ആ ഒരു ചാക്കിൻ്റെ ടേസ്റ്റ് ഇല്ല. ഒരു 250 രൂപയ്ക്ക് മേടിച്ച തൈയാണ്. അതെനിക്ക് നഷ്ടം തോന്നുന്നില്ല. ഇഷ്ടം പോലെ ഉണ്ടാവുന്നത്. ഇതൊക്കെ ചെടികൾ. പനിക്കൂർക്ക നോക്കും, എത്ര പനിക്കൂർക്ക നിൽക്കാണ്ട്. അത് ഏറ്റവും ബെസ്റ്റ്. തലമുടിക്ക് നല്ലത്, എല്ലാത്തിനും നല്ലത്. തലമുടിയിലൊക്കെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലത്. ഇത് ഇപ്പോൾ നോക്കൂ, വൈറ്റ് ചെമ്പരത്തി നോക്കൂ, വൈറ്റ് ചെമ്പരത്തി നല്ല രസമാണ്. വൈറ്റ് ചെമ്പരത്തി. പിന്നെ ഈ ചെടികളൊക്കെ. പിന്നെ ഒരു മുരിങ്ങ കായൊന്നും ഉണ്ടാവില്ലെങ്കിലും മുരിങ്ങ നിറച്ചുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. മുരിങ്ങയുണ്ട്. 1 സെൻറ്റ് സ്ഥലമാണ്, 2 സെൻറ്റ് സ്ഥലമാണ്. സ്ഥലം ഇല്ല എന്നുള്ള കുറവ് ഒരിക്കലും പറയണില്ല. എന്താ വെച്ചാൽ ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്നത് മനസ്സിലായി. അതാണ് ഞാൻ പറയുന്നത്. 1 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, 2 സെൻറ്റേ ഉള്ളൂ, 1 ഏക്കറുണ്ടോ, അതൊന്നും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാന്നുള്ളതിന് തെളിവാണ് എൻ്റെ കയ്യിൽ.
അത് കാരണം കൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യണം. എനിക്കതൊരു അഭ്യർത്ഥനയാണ്. നമ്മളൊക്കെ തരിശു ഭൂമികളായിട്ടുള്ളത് എനിക്കിഷ്ടമില്ല. സ്ഥലം 1 ഇഞ്ച് സ്ഥലം നമ്മൾ വേസ്റ്റ് ആക്കരുത്. അവിടെ ചെടികൾ വളർത്തുമോ, അവർക്ക് വെള്ളം കൊടുക്കുമോ, വളം കൊടുക്കുമോ, അങ്ങനെ നമ്മുടെ മനസ്സ് നന്നാവട്ടെ, അവരും നന്നാവട്ടെ. ഇത് മാത്രമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സുരവാദ ടീച്ചർ.